സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനുമെല്ലാം സാക്ഷിയായിരിക്കുന്നവളെ അമ്മയെ ഞങ്ങൾ നമസ്കരിക്കുന്നു. ഈ സമസ്ത പ്രപഞ്ചവും നിന്നിലാണ് ലയിച്ചിരിക്കുന്നത് എന്നുള്ളത് ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾക്ക് ഇതുവരെ അറിയില്ലായിരുന്നു. ഈ പ്രപഞ്ചം ലയിക്കുന്ന സമയത്ത് സൃഷ്ടിയും സ്ഥിതിയും ലയവും ഉണ്ടല്ലോ. അപ്പൊ ഈ പ്രപഞ്ചം ലയിക്കുന്ന സമയത്ത് ഇത് എവിടെയാണ് ലയിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങളുടെ ഒരു ചോദ്യമായിരുന്നു അത്. പക്ഷെ ഇപ്പൊ മനസ്സിലായി, ദേവി പരാശക്തിയായിട്ടുള്ള നിന്നിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ ലയിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ നിന്റെ ഒരു വിരലിന്റെ നഖത്തിന്റെ ഉള്ളിൽ ഇതെല്ലാം ഞങ്ങൾക്ക് ഈ ബ്രഹ്മാണ്ടം മുഴുവൻ കാണാൻ സാധിച്ചത്. അമ്മയുടെ ഉള്ളിലുള്ളത് കൊണ്ടല്ലേ ഇത് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. അപ്പൊ അതുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ ലയിക്കുന്നത് നിന്നിലാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. മാത്രമല്ല, നിന്നിലാണ് ലയിക്കുന്നത് എന്നുണ്ടെങ്കിൽ സൃഷ്ടിച്ച് വരുന്ന സമയത്തും നിന്നിൽ നിന്ന് തന്നെയാണല്ലോ ഇതെല്ലാം ഉണ്ടാവുക. സൃഷ്ടികാലത്ത് പ്രകടമാകുന്നതും ഹേ ജഗദീശ്വരി, ജഗത്തിന്റെ മുഴുവൻ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഈശ്വരി ആയതുകൊണ്ട്, നിയാമക ശക്തി ആയതുകൊണ്ടാണ് അമ്മയെ ജഗദീശ്വരി എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ആ സംശയവും മാറി. അപ്പൊ ഇതിന് മുഴുവൻ കാര്യമായിരിക്കുന്നതും കാരണമായിരിക്കും അഖില ജഗന്മയിയാണ് നീ എന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പോ മനസ്സിലായിരിക്കുന്നു. നിന്റെ അനുഗ്രഹം കൊണ്ടല്ലേ ഞങ്ങളൊക്കെ സൃഷ്ടികർത്താവെന്നും ധനിക്കുന്നത്. ദേവി, നിന്റെ അനുഗ്രഹം ഇല്ലാന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നു, വിഷ്ണു അതിനെ പാലിക്കുന്നു, ശിവൻ സംഹരിക്കുന്നു എന്നൊക്കെ ലോകര് പറയാറുണ്ട്. എന്നാൽ ബ്രഹ്മാവിന് സൃഷ്ടി നടത്താനുള്ള സാമർഥ്യം, ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ബ്രഹ്മാവിന് സൃഷ്ടി നടത്താൻ സാധിക്കൂ. വിഷ്ണുവായ എനിക്ക് ഇതിനൊക്കെ പാലിക്കാനും ശക്തി ഉണ്ടെങ്കിൽ മാത്രമല്ലേ സാധിക്കൂ. അതുപോലെ ശിവനാണെങ്കിൽ സംഹരിക്കാനുള്ള ശക്തി ഉണ്ടെങ്കിലേ സംഹരിക്കാനും സാധിക്കൂ. ലോകത്ത് എല്ലാവരും ശക്തിയുള്ളവനെയാണ് ശക്തൻ എന്ന് പറയുന്നത്. അല്ലാതെ ബ്രഹ്മാവില്ലാത്തവൻ, ശിവനില്ലാത്തവൻ, വിഷ്ണു ഇല്ലാത്തവൻ എന്ന് ആരെങ്കിലും പറയാനുണ്ടോ? ഇല്ല. രണ്ടു തരത്തിലുള്ളതായിട്ടാണ് നമ്മൾ പറയാനുള്ളത്. ശക്തനെന്നും ശക്തി ഇല്ലാത്തവനെന്നും. അത് ലോകത്ത് നമ്മൾ എല്ലാവരിലും പറയാറുണ്ട്. പുരുഷനിലാണെങ്കിലും സ്ത്രീയിലാണെങ്കിലും ഉയർന്നവനാണെങ്കിലും താഴ്ന്നവനാണെങ്കിലും എല്ലാവരും നമ്മൾ പറയാറുണ്ട് അവൻ ശക്തനാണ്, എല്ലാറ്റിലുള്ളതാണ്. ഹേ ശക്തി സ്വരൂപിണിയായിട്ടുള്ള ജഗത് ജനനി, നീയല്ലേ എല്ലാറ്റിലും നിലകൊള്ളുന്നത്. ബുദ്ധിയുള്ളവന്റെ ബുദ്ധിശക്തിയായിട്ട് അല്ലെ, ബുദ്ധിശക്തിയാണ്. അതുപോലെ കാന്തിയുള്ളവന്റെ കാന്തി ശക്തിയായിട്ട്, പ്രജ്ഞാശക്തിയായിട്ട്, അതുപോലെ തന്നെ പാലന ശക്തിയായിട്ട് എല്ലാവരിലും നിലകൊള്ളുന്നത് ഹേ ജഗദീശ്വരി നീ തന്നെയാണ് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, സർവപുരുഷാർത്ഥങ്ങളും നൽകുന്ന ഹേ ശിവേ, എനിക്ക് എപ്പോഴും അമ്മയുടെ അനുഗ്രഹത്തോടു കൂടി എന്നിൽ എപ്പോഴും ആ ജ്ഞാനപ്രകാശം ഉണ്ടായിക്കൊണ്ടിരിക്കാൻ എന്നെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് വിഷ്ണു ഭഗവാൻ ദേവിയെ സ്തുതിക്കുകയാണ്. അത് കഴിഞ്ഞാണ് ശിവഭഗവാൻ സ്തുതിക്കുന്നത്. ഇതേപോലെ തന്നെ ആ മഹാദേവനും ദേവിയെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. സകല ലോക സൃക്ഷുരകംഗരി കമലഭൂഷഭവാമയതംബികേ തവ പദംബുജപം സുപരിഗ്രഹം സമധിഗമ്യ തദാനനുചക്രിമാം. ഹേ ദേവി, നീ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനും പാലിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന സമയത്താണ് ഞങ്ങളിൽ അതിനുള്ള സാമർഥ്യം ഉണ്ടാകുന്നത്. അപ്പോഴാണ് ലോകരെ മുഴുവൻ കാണുന്നത് ഞങ്ങൾ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. നീ അല്ലാതെ ആരാണ് ഈ സൃഷ്ടികർമ്മം ചെയ്യാൻ വേറെ ശേഷിയുള്ളതായിട്ടുള്ളത്? അതുകൊണ്ട് ഹേ ദേവി, നീ ആണെങ്കിലോ വളരെ ദയോട് കൂടിയിട്ടുള്ളവളാണ്, ദയാമയിയാണ്. അമ്മയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. യാത്രയാണ്, കരുണാമയിയായിട്ടുള്ളവളാണ്. അതുകൊണ്ടല്ലേ തമോ ഗുണ പ്രധാനിയായിട്ടുള്ള എനിക്ക് പോലും ശ്രേഷ്ഠത നൽകിയിട്ടുള്ളത്. ശിവൻ തമോ ഗുണ പ്രധാനിയാണെന്നാണല്ലോ പറയുന്നത്. അപ്പൊ തമോ ഗുണത്തിൽ സാധാരണ അധപ്പതിച്ചു പോകാറാണുള്ളത്. എന്നാൽ തമോ ഗുണ പ്രധാനിയായിട്ടുള്ള എന്നെ സംഹാരകർത്താവായി നിയമിച്ച് ത്രിമൂർത്തികളിൽ ഒരാളാക്കി നിർത്തി ഇതിന്റെയൊക്കെ നിയന്ത്രണ ചുമതല നൽകിയിരിക്കുന്നത് നീ തന്നെയാണ് അമ്മേ. അതുപോലെ തന്നെ ബ്രഹ്മാവാണെങ്കിൽ രജോഗുണ പ്രധാനിയാണ്. ആ രജോഗുണ പ്രധാനിയായിട്ടുള്ള ബ്രഹ്മാവിന് വേണ്ട രീതിയിൽ സൃഷ്ടി നടത്താനുള്ള സാമർഥ്യം നൽകുന്നതും നീ തന്നെയല്ലേ എന്ന് പറയുന്നു. അതുകൊണ്ട് ദേവി, ഞങ്ങൾക്കൊരു പ്രാർത്ഥനയുള്ളൂ. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനനി ദേഹി പദംബുജ സേവനം ഭവതി ഭാഗവതാന സദാ. ഹേ ദേവി,
ഞങ്ങൾക്ക് എപ്പോഴും നിന്റെ പാതാരവിന്ദങ്ങളെ സ്മരിച്ചുകൊണ്ട് തന്നെ ഞങ്ങളുടെ സകല കർമ്മങ്ങളും ചെയ്യാൻ ഇടയാവട്ടെ. കാരണം ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, നിന്റെ സ്മരണയോട് കൂടിയിട്ട് ഏതൊരു കാര്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാലും അതൊരിക്കലും വ്യർത്ഥമാവില്ല എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സദാ നിന്റെ ആ പാദസേവനം എന്നുള്ളത് ഞങ്ങൾക്ക് എപ്പോഴും ഇടയായി തീരട്ടെ. നിന്നെ ഭജിക്കാനും നിനക്ക് വേണ്ടി പ്രവർത്തിക്കാനും ഞങ്ങൾക്ക് സാധിക്കട്ടെ. കാരണം നിന്റെ പാദചിന്തനം അല്ലെങ്കിൽ പാദസ്മരണം എന്നും ചെയ്യുന്നുണ്ടോ, ആരാണോ എന്നും ചെയ്യുന്നത്, അവൻ ഒരിക്കലും ദുഃഖമുണ്ടാവില്ല എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ആരാണോ നിന്റെ പാദത്തെ സ്മരിക്കാത്തത്, നിന്റെ അടുത്തേക്ക് തിരിയാത്തത്, വിധിയാൽ വഞ്ചിതരായുള്ള അവർക്കാണ് ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നത്. ഈ ലോകത്ത് ഇത്രയും സരളമായ ഉപായം, ദുഃഖത്തെ നശിപ്പിക്കുന്നതിനും ആനന്ദത്തെ നേടുന്നതിനും ഇത്രയും സരളമായ ഉപായം ഹേ കരുണാമയിയായിട്ടുള്ള അമ്മേ നീ ഈ ലോകത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു ക്ലേശങ്ങളുമില്ല, അതിന്റെ ആവശ്യമില്ല, ആരോഗ്യത്തിന്റെ ആവശ്യമില്ല. ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും ഉച്ചനീചത്വങ്ങളോ കുലഗോത്ര മഹത്വാദികളോ ഒന്നുമില്ലാതെ ആർക്കും ആശ്രയിക്കാവുന്നവളാണ് സാക്ഷാൽ ജഗദീശ്വരിയായിട്ടുള്ള അമ്മ. ഒരു വ്യത്യാസവുമില്ല. ബ്രാഹ്മണനോ ക്ഷത്രിയനോ ആർക്ക് വേണമെങ്കിലും ദേവി ഒരിക്കലും ചോദിക്കുന്നില്ല നീ ഏത് ജാതിയിൽപ്പെട്ടവരാണ്, നീ ഏത് മതത്തിൽപ്പെട്ടവരാണ് എന്നുള്ളത് ഒന്നും ചോദിക്കുന്നില്ല. ഏതുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂര്യപ്രകാശം പോലെയാണ്. സൂര്യപ്രകാശം ആവശ്യമുള്ള സമയത്ത് നമ്മൾ വെയിൽ കിട്ടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി, നല്ല തണുപ്പ് സമയത്ത് വെയിൽ കൊള്ളാൻ നല്ല സുഖമായിരിക്കും. അപ്പൊ വെയിൽ കൊള്ളാൻ വരുന്ന സമയത്ത് സൂര്യൻ ചോദിക്കുന്നുണ്ടോ നിന്റെ പേരെന്താണ്, നീ ആരാണെന്ന് ചോദിക്കുന്നില്ല. സൂര്യപ്രകാശം ആവശ്യമുണ്ടെങ്കിൽ സൂര്യന് അഭിമുഖമായിട്ട് വരണമെന്ന് മാത്രമേ ഉള്ളൂ. നല്ല ചൂട് ആവശ്യമുണ്ട്, പക്ഷെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരിക്കലും സൂര്യപ്രകാശം ലഭ്യമാവില്ല, സൂര്യന്റെ ചൂട് കിട്ടില്ല. സൂര്യന്റെ ചൂട് കിട്ടണമെന്നുണ്ടെങ്കിൽ സൂര്യപ്രകാശം നല്ല രീതിയിൽ വരുന്നതായിട്ടുള്ള പുറത്തേക്ക് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ നിർലോഭം നമുക്ക് ആ സൂര്യപ്രകാശം ലഭിക്കുന്നതാണ്. ഇതുപോലെ തന്നെ അനുഗ്രഹം വർഷിക്കുന്ന കാരുണ്യ സ്വരൂപിണിയായിട്ടുള്ള ജഗദീശ്വരി ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് ആ ദേവിയെ ഒന്ന് ദർശിക്കാനും ദേവിയുടെ മുമ്പിൽ ഒന്ന് സാഷ്ടാംഗം നമസ്കരിക്കാനും 10 ദേവിയുടെ നാമങ്ങൾ ജപിക്കാനും നമുക്ക് ഇത്രയും സുലഭമായിട്ടുള്ള സന്ദർഭം ഇവിടെയുണ്ട്. നമ്മൾ വളരെ ഹരിനാമകീർത്തനത്തില് വളരെ സ്പഷ്ടമായിട്ട് അത് കേട്ടിട്ടുണ്ട്. ഊരിനു വേണ്ട ചില ഭാരങ്ങൾ വേണ്ടതിനും നീരിനു വേണ്ട നിജതാരങ്ങൾ വേണ്ടതിനും അവസാനം എന്ത് മാത്രമാണ് വേണ്ടത്? നാവും വേണ്ടു ഹരിനാരായണായ നമ. ആ നാവ് കൊണ്ടൊരു 10 നാമമെങ്കിലും ജപിക്കാൻ പ്രത്യേകിച്ച് വേറെ ഒരു ചെലവുമില്ല എന്നുള്ളതാണ്. നമ്മുടെ സകല ദുഃഖങ്ങളെയും പാപങ്ങളെയും വേരോടെ പിഴുതെറിയാൻ സമർത്ഥമായിട്ടുള്ള ആ ജഗദീശ്വരിയുടെ നാമം ജപിക്കാൻ എത്രയും സുലഭമായിട്ട് നമുക്ക് സാധിക്കുന്ന സമയത്ത് അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ആ ദേവിയുടെ സന്നിധിയിൽ വന്ന് ഹേ ജഗദീശ്വരി രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ പാദങ്ങൾ ഒന്ന് നമസ്കരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ തന്നെ അല്ലേ വിധിയാൽ വഞ്ചിതരായിട്ടുള്ള ആളുകൾ അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ ആ മഹാദേവൻ അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിരന്തരം നിന്റെ പാദസ്മരണയോട് കൂടിയിട്ട് ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ. നിന്നെ ഒരിക്കലും വിസ്മരിക്കാതിരിക്കട്ടെ. കാരണം നിന്നെ വിസ്മരിക്കുമ്പോഴാണല്ലോ ദുഃഖങ്ങൾ ഉണ്ടാകുന്നത്. അതിന് ഇടവരാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ആ ദേവിയെ സ്തുതിക്കുന്നുണ്ട്. അവസാനം മഹാദേവൻ പറയുന്നു,